ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് മുതൽ മെല്ലെ നമ്മുടെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് അല്ലെങ്കിൽ പ്രോബ്ലം സൈഡിലേക്ക് നമുക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ദി ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് മേ ബി സ്റ്റഡീഡ് ഫ്രം ടു ഡിഫറെൻറ്റ് ആംഗിൾസ്. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർ പോലെ തന്നെയാണ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ. ഇഷ്യൂ മീൻസ് എന്താണ്? നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുക, പബ്ലിക്കിന് നമ്മൾ ആ ഡിബെഞ്ചർ വാങ്ങാനായിട്ട് എന്താണ് ക്ഷണിക്കുക, അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് നമ്മൾ ആ ഡിബെഞ്ചർ ഇറക്കുക. അതാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ദി ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് മേ ബി സ്റ്റഡീഡ് ഫ്രം ടു ഡിഫറെൻറ്റ് ആംഗിൾസ്. രണ്ട് ഡിഫറെൻറ്റ് ആംഗിൾസിൽ നിന്നാണ് നമ്മൾ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? അതിൻ്റെ കൺസിഡറേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണ്. കൺസിഡറേഷൻ മീൻസ് അത് ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നുള്ളത്. അതായത് ഷെയർ കൊടുക്കുമ്പോൾ കാശ് കിട്ടും, ഷെയർ കൊടുക്കുമ്പോൾ അസറ്റ് വാങ്ങുന്നത് നമ്മൾ രണ്ടും കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന നേരത്ത് ഏതൊക്കെ തരം കൺസിഡറേഷൻ്റെ ബേസിസിലാണ്, അതായത് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന നേരത്ത് നമുക്കതിന് ബദലായിട്ട് ക്യാഷാണോ അസറ്റാണോ മറ്റെന്തെങ്കിലും സാധനം കിട്ടുന്നുണ്ടോ? ഓക്കെ, ഒരു സാധനം നമ്മൾ കൊടുക്കുന്ന നേരത്ത് നമുക്കെന്ത് കിട്ടണം? നമുക്കതിനൊരു ബദലായിട്ട് എന്തെങ്കിലും സാധനം കിട്ടണം. പ്രത്യേകിച്ചും ഇത്തരം സെക്യൂരിറ്റീസ്, ഷെയർ ആവട്ടെ ഡിബെഞ്ചർ ആവട്ടെ. അപ്പോൾ കൺസിഡറേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, കൺസിഡറേഷൻ മീൻസ് എന്താണ്? കൊടുക്കുന്നതിന് ബദലായിട്ട് കിട്ടുന്നത്. അധികവും പക്ഷവും ക്യാഷ് ആയിരിക്കും വേണ്ടത്, ചിലപ്പം അസറ്റ് ആവാം, മറ്റെന്തെങ്കിലും ആവാം. അപ്പോൾ മൂന്ന് ടൈപ്പ് സാധനം വരുന്നുണ്ട് ഇതിൽ. ഫസ്റ്റ് വൺ എന്താണ്? ഇഷ്യൂഡ് ഫോർ ക്യാഷിന് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അതൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. അത് കൺസിഡറേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ടൈപ്പാണ്, ഇഷ്യൂ ഫോർ ക്യാഷ്. ഇനി കൺസിഡറേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ രണ്ടാമത്തത് എന്താണ്? ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് അല്ലാതെ, അത് അസറ്റായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും വാഹനം വാങ്ങുകയെ, ബിൽഡിംഗ് വാങ്ങുകയെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസറ്റ് വാങ്ങിയിട്ട് അതിന് ബദലായിട്ട് എന്ത് കൊടുക്കുക? ഡിബെഞ്ചർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൺസിഡറേഷൻ ആ അസറ്റാണ്, നമ്മൾ കൊടുക്കുന്നത് ഡിബെഞ്ചറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഇഷ്യൂഡ് ഫോർ കൊളാട്രൽ സെക്യൂരിറ്റി. കൊളാട്രൽ സെക്യൂരിറ്റി പറയുകയാണെങ്കിൽ നമ്മളൊരു ലോൺ എടുത്തിട്ട് ആ ലോണിന് സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ ഡിബെഞ്ചർ വെക്കുക. ഓക്കെ, നമ്മളൊരു സെക്യൂരിറ്റി ആയിട്ട് ഡിബെഞ്ചർ, കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഡിബെഞ്ചർ കൊടുക്കുന്നതിൻ്റെ പേരാണ് ഇഷ്യൂ ഫോർ കൊളാട്രൽ സെക്യൂരിറ്റി. അപ്പോൾ നമ്മൾ, അതായത് ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു പണ്ടം പണയം വെക്കുക, അല്ലെങ്കിൽ വീടിൻ്റെ ആധാരം പണയം വെക്കുകയൊക്കെ ചെയ്യും. അതേപോലെ ഒരു കമ്പനി ഇതിനൊക്കെ ബദലായിട്ട് ഒരു ഡിബെഞ്ചർ കൊണ്ടുപോയി, ആ ഒരു ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് ഒരു ബാങ്കിൽ പണയം വെച്ചുകൊണ്ട് ആ പണയം വസ്തു വെച്ചുകൊണ്ട് അവർ ഒരു ലോൺ എടുക്കുക. ഓക്കെ, ഇപ്പോൾ ലോൺ എന്നുള്ളത് ഒരു ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് മാത്രമാണ്, മറ്റെന്തെങ്കിലും ഒരു വായ്പ എടുക്കുക. ഓക്കെ, അപ്പോൾ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് എന്താ വെക്കുന്നത്? ഡിബെഞ്ചറാണ് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കൺസിഡറേഷൻ പോയിന്റ് ഓഫ് വ്യൂ. നമുക്ക് മൂന്ന് തരത്തിൽ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചറിനെ തരംതിരിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, വിലയുടെ അടിസ്ഥാനത്തിൽ പ്രൈസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ എങ്ങനെയൊക്കെ ഇഷ്യൂ ചെയ്യാം? പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യാം, ഡിസ്കൗണ്ട് ചെയ്യാം. അപ്പോൾ പാർ വാല്യൂ നമ്മളിത് ഷെയറിൽ കണ്ടതാണ്. ഒരു ഡിബെഞ്ചറിൻ്റെ വില 100 രൂപയാണെന്ന് കരുതുക, അതിൻ്റെ ഫേസ് വാല്യൂ. അപ്പോൾ 100 രൂപക്ക് തന്നെ അത് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? അത് പാർ വാല്യൂവിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി അത് 110 രൂപക്കാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അത് 90 രൂപക്കാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെ 10 രൂപ പ്രീമിയമാണ്, ഇവിടെ 10 രൂപ ഡിസ്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഷെയറിൽ ഇപ്പോൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ നമുക്ക് പ്രതിബന്ധങ്ങളുണ്ട്, കമ്പനീസ് ആക്ട് 2013 വന്നതിന് ശേഷം. പക്ഷേ ഡിബെഞ്ചറിൽ ഇനിയും ആ പ്രതിബന്ധങ്ങൾ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ നോട്ട്സ് നിങ്ങളൊന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് കൃത്യമായിട്ടൊന്ന് എഴുതി വെക്കുക. ഓക്കെ, അതായത് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് എഴുതുക. അതുമുതൽ നിങ്ങൾ ഇവിടെ വരെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് കൃത്യമായിട്ടൊന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഫോർ ക്യാഷ്. അപ്പോൾ നമ്മൾ കൺസിഡറേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഫസ്റ്റ് സബ് ടൈപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് സബ് പോയിന്റ് ആണ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഫോർ ക്യാഷ്. അപ്പോൾ കോമൺ ആയിട്ടും ക്യാഷിനാണ് അധികം ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. ഡിബെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഇൻ ദ സെയിം വേ ആസ് ഷെയർസ് ആർ ഇഷ്യൂഡ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഷെയർ ഇഷ്യൂ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഡിബെഞ്ചറും ഇഷ്യൂ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, എ പ്രോസ്പെക്ടസ് ഈസ് ഇഷ്യൂഡ് ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഫ്രം ദി പബ്ലിക്. ദി മണി മേ ബി പേയബിൾ ഇൻ ഫുൾ അറ്റ് ടൈം അലോങ് വിത്ത് ആപ്ലിക്കേഷൻ ഓർ ബൈ ഇൻസ്റ്റാൾമെൻറ്റ്സ്. Thus, the procedure of issue of debentures is practically the same as in case of issue of shares. The only difference is that term debenture is used in place of share capital. അപ്പോൾ ഇവിടെ ഡിബെഞ്ചർ ഷെയറും ഇഷ്യൂ ചെയ്യുന്നത് സെയിം ആയിട്ടാണ്. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്താ ഉള്ളതെന്ന് വെച്ചാൽ, ഇവിടെ ഡിബെഞ്ചർ എന്ന വാക്ക് ഷെയർ ക്യാപിറ്റൽ എന്ന വാക്കിന് ബദലായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഷെയർ അപ്ലിക്കേഷന് പകരം ഡിബെഞ്ചർ അപ്ലിക്കേഷൻ എന്ന് ഉപയോഗിക്കും, ഷെയർ അലോട്ട്മെൻറ്റിന് ബദലായിട്ട് ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് എന്ന് ഉപയോഗിക്കും, ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിന് ബദലായിട്ട് ഡിബെഞ്ചർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിന് ഉപയോഗിക്കും, ഷെയർ ക്യാപിറ്റൽ എന്ന വേർഡിന് ബദലായിട്ട് ഡിബെഞ്ചർ എന്ന വേർഡ് ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾ ഷെയർ ക്യാപിറ്റലിൻ്റെ അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ജേർണൽ എൻട്രിയിൽ നിങ്ങൾ ആ പേര് ക്വസ്റ്റ്യനിൽ
ഒന്ന് ആ ഷെയർ എന്നുള്ള പേരൊക്കെ വെട്ടി ഡിബഞ്ചർ എന്നാക്കിയിട്ട് നിങ്ങളുടെ ആ ജേണൽ എൻട്രീസിൽ നിങ്ങൾ എവിടെയൊക്കെ ഷെയർ എന്ന് കാണുന്നുണ്ടോ അവിടെയൊക്കെ ഡിബഞ്ചർ എന്ന് പേര് വെട്ടി മാറ്റുക. അതേപോലെ ഷെയർ ക്യാപിറ്റൽ എവിടെ കാണുന്നുണ്ടോ അവിടെ ഡിബഞ്ചർ എന്ന് പേര് എഴുതി വെച്ചാൽ ഡിബഞ്ചറിൻ്റെ ഇഷ്യൂവിൻ്റെ ജേണൽ എൻട്രി അതേപോലെ ക്വസ്റ്റ്യനുമായി മാറും അത്. അപ്പോൾ അത്രയ്ക്കും സാമ്യത ഉണ്ട് ഷെയറും ഇഷ്യൂ ചെയ്യുന്നതും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഡിബഞ്ചറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഡിബഞ്ചർ ലംസമായിട്ടായിരിക്കും ചിലപ്പോൾ അവർ ഇഷ്യൂ ചെയ്യുക. അതായത് ഡിബഞ്ചർ ഇൻസ്റ്റാൾമെൻറ്റ്സ് അല്ലാതെ ഒറ്റ അടിക്ക് എല്ലാ ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ മൊത്തമായിട്ട് വാങ്ങും. നമ്മൾ ഷെയറിൻ്റെ ഫേസ് വാല്യൂ 100 രൂപയാണെങ്കിൽ ചിലപ്പോൾ എന്താണ് അത് 30 രൂപ ആപ്ലിക്കേഷന്, 30 രൂപ അലോട്ട്മെൻറ്റിന്, അതേപോലെ 40 രൂപ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിനൊക്കെ വാങ്ങുന്ന ഒരു കേസ് കണ്ടിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ അതേ കണ്ടിട്ടുള്ളൂ മെയിനായിട്ട്. പക്ഷേ ഡിബഞ്ചറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ 100 രൂപ മൊത്തമായിട്ട് ആപ്ലിക്കേഷൻ നേരത്തെ തന്നെ വാങ്ങാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നിങ്ങളിപ്പോൾ ഇവിടെ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഫോർ ക്യാഷ് എന്നുള്ള ഈ ഒരു സൈഡ് ഹെഡിങ് നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വെക്കുക. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് ഒന്നും എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ നെക്സ്റ്റ് സൈഡ് ഹെഡിങ് വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഫോർ ക്യാഷ് ഇൻ ലംസം. ലംസം മീൻസ് ഒറ്റ അടിക്ക് എല്ലാ തുകയും വാങ്ങുന്നതിൻ്റെ പേരാണ് ലംസം എന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെ വാങ്ങുന്നതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ വെൻ ഫുൾ എമൗണ്ട് ഈസ് കളക്റ്റഡ് വിത്ത് ആപ്ലിക്കേഷൻ, അത് ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ ഡിബഞ്ചറിൻ്റെ ഫുൾ എമൗണ്ട് വാങ്ങുന്ന നേരത്ത് ജേണൽ എൻട്രി വളരെ സിമ്പിളാണ്. ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചർ. ഓക്കെ, അതായത് ഒരു ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതിന് ഒരു ഡിബഞ്ചറിന് 10 രൂപയാണ് വില. ആൻഡ് ദേ ഹാവ് കളക്റ്റഡ് ദി എമൗണ്ട് ഇൻ ലംസം അറ്റ് ദ ടൈം ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒറ്റ ജേണൽ എൻട്രി എഴുതിയാൽ മതി. 100 × 10 എത്രയാണ്? 1000 രൂപ വരും. 1000 രൂപ വരും അല്ലേ. അപ്പോൾ ഈ 1000 രൂപ എന്നാണ് ബാങ്ക് അക്കൗണ്ട് അറ്റ് റുപ്പീസ് 1000 റുപ്പീസ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 1000 റുപ്പീസ്. അതോടുകൂടി ജേണൽ എൻട്രി അവസാനിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരു കാരണവശാലും നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് വരാൻ വളരെ റയർ ആയിട്ടിരിക്കും വരിക. കാര്യം അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അത് ഇൻഡയറക്റ്റ് ആയിട്ടേ ചോദിക്കുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ ചോദിച്ചിട്ട് നിങ്ങളടുത്ത് അത് എഴുതാൻ പറയില്ല. കാര്യം നമ്മൾ +1 +2 പഠിക്കുന്ന കുട്ടികളല്ല, നമ്മൾ ഡിഗ്രി എത്തിയ കുട്ടികളാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ജേണൽ എൻട്രി ഓർത്ത് വെച്ചാൽ മാത്രം മതി. ജേണൽ എൻട്രി നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് ജേണൽ എൻട്രീസ് കിടക്കുന്നത്. എന്നാലും ഇത് എന്താണ് ബൈഹാർട്ട് പഠിക്കുകയെ ഒന്നും ആവശ്യം വരുന്നില്ല, കാരണം അത്രയും സിമ്പിളാണിത്. ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രി ഒന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് അത് എഴുതി വെക്കുക. ഇനി അടുത്തത് നോക്കാം. വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഫോർ ക്യാഷ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ ഷെയർ എന്ന് പറഞ്ഞ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കണ്ട എന്താണ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് കണ്ടത്. ആപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഒക്കെ ആയിട്ട്. അതേപോലെ ഡിബഞ്ചറും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ്സിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രീസ് ആണ് ഇവിടെ താഴെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പാരഗ്രാഫിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. ഇഫ് amount of debenture is payable in installments, application, allotment and call, entries will be made similar to that under issue of share. അത് ഷെയർ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ those entries are as follows. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എൻട്രീസ് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് സൈഡ് ഹെഡിങ് എഴുതുക. എന്നിട്ട് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എന്താണ് ഓൺ റെസീറ്റ് ഓഫ് ആപ്ലിക്കേഷൻ മണി അല്ലേ. നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന നേരത്തും ഫസ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് എഴുതിയത്. ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് എന്നാണ് നമ്മൾ എഴുതാറ്. അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ആ ഷെയറിൻ്റെ ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ ഇക്വിറ്റി പ്രിഫറൻസ് ഷെയർ ആപ്ലിക്കേഷൻ എന്ന് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഷെയർ ആപ്ലിക്കേഷൻ എന്നാണ് എഴുതാറ്. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ മണി കിട്ടുന്ന നേരത്ത് എങ്ങനെയാണ് ഡിബഞ്ചറിൽ വരിക? ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ. ഇവിടെ ഡിബഞ്ചർ എന്നുള്ള പേരാണ് വന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി. ഓക്കെ, ഈ ജേണൽ എൻട്രി നിങ്ങളൊന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക കേട്ടോ. ഈ തരുന്ന ജേണൽ എൻട്രീസ് ഒക്കെ അതിൻ്റെ ഹെഡിങ്ങോട് കൂടി തന്നെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. ഈ ഒരു പാരഗ്രാഫ് ഒന്നും നമ്മൾ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഈ സൈഡ് ഹെഡിങ് എഴുതുക, എന്നിട്ട് ജേണൽ എൻട്രീസും അതിൻ്റെ ഹെഡിങ്ങും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ്റെ രണ്ടാമത്തെ ജേണൽ എൻട്രിയാണ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ആപ്ലിക്കേഷൻ ടു ഡിബഞ്ചേഴ്സ്. നമ്മൾ ആപ്ലിക്കേഷനെ എന്താണ് ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി രണ്ടാമത് എഴുതലുണ്ടായിരുന്നു ഷെയറിൽ. അതേപോലെ ഡിബഞ്ചറും അതേപോലെ തന്നെ എന്താണ് ഈ ഡിബഞ്ചർ ആപ്ലിക്കേഷനെ ഡിബഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രിയാണ് ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇനി മൂന്നാമത്തെ ജേണൽ എൻട്രി ഓൺ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുമ്പോൾ നമ്മൾ ഷെയറിൽ കാണുന്ന പോലെ തന്നെ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോൾ എന്താ ജേണൽ എൻട്രി ചെയ്താറ്? ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എഴുതാറുണ്ട്. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അതിൽ പൂർണ്ണമായിട്ട് ഡിബഞ്ചർ എന്ന് എഴുതുക. പിന്നെ ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് ബദലായിട്ട് എന്താ എഴുതുന്നത്? ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് എന്നാണ് എഴുതുന്നത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാൻ നമ്മൾ ശരിക്കും ഉള്ളത്, ഇവിടെ ഡിബഞ്ചറിന് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. ഒരു 10% ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ ഈ ഡിബഞ്ചറിന് മുൻപിലായിട്ട്
ഈ ഡിബഞ്ചർ എന്ന വാക്കിന് എപ്പോഴും മുൻപിലായിട്ട് ആ ഒരു പെർസെൻറ്റേജ് റേറ്റും കൂടി കൊടുക്കും. അപ്പോൾ 10% ആണെങ്കിൽ 10% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു 10% ഡിബഞ്ചറിന് കൂടി എഴുതുക. കാര്യം ഒരു കമ്പനി ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഡിബഞ്ചേഴ്സ് ഇറക്കും. അപ്പോൾ ഓരോ ഡിബഞ്ചറിനും ഓരോ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടിട്ട് ആവും ഏത് തരം ഡിബഞ്ചറാണ് അല്ലെങ്കിൽ ഏത് ഡിബഞ്ചറാണ് ഇറക്കിയതെന്ന് മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ട് അധികം ജേണൽ എൻട്രി എഴുതുന്ന നേരത്ത് ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കൂടി ഇതിന് മുൻപിലായിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കുക. ഓൺ റെസീറ്റ് ഓഫ് ആപ്ലിക്കേഷൻ മണി. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ രണ്ടാമത്തെ ജേണൽ എൻട്രി എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത്? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇതൊക്കെ +2 തലത്തിൽ ശരിക്കും നമ്മൾ എഴുതുന്നുണ്ട്. +2 തലത്തിൽ പഠിക്കുന്നുണ്ട്. കോമേഴ്സ് വിദ്യാർത്ഥികൾ +2 പഠിക്കുന്നുണ്ട്. പക്ഷേ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇഷ്യൂവിൻ്റെ ജേണൽ എൻട്രി ഒന്നും നമ്മൾ എഴുതുന്നില്ല, പ്രാക്ടിക്കലായിട്ട് എഴുതുന്നില്ല. എന്നാലും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങളുടെ നോട്ട്ബുക്കിലേക്കൊന്ന് എഴുതി വെക്കുക. ഓക്കെ, ചിലപ്പോൾ ഇതിനൊക്കെ ചെറിയ 2 മാർക്കിനൊക്കെ എന്തെങ്കിലും ജേണൽ എൻട്രി ഒക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ നേരത്ത് എന്താണ് എഴുതേണ്ടി വരും. ചെറിയ മാർക്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ജേണൽ എൻട്രി ഒക്കെ ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, അത് കഴിഞ്ഞ് 5ാമത്തെ ജേണൽ എൻട്രി ഓൺ മേക്കിംഗ് കോൾ മണി. അത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ, ഫസ്റ്റ് കോൾ ഫൈനൽ കോൾ, അധികം ഫസ്റ്റ് കോൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ ഡിബഞ്ചറിനൊക്കെ. അപ്പോൾ ഡിബഞ്ചർ കോൾ അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, അത് കോൾ വിളിക്കുന്ന നേരത്ത്. 6ാമത്തേത് എന്താണ്? റെസീറ്റ് ഓഫ് കോൾ മണി. കോൾ മണി ലഭിക്കുന്ന നേരത്ത് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ കോൾ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്താണ് ഫോർ ക്യാഷ് ആണെങ്കിൽ ഓക്കെ നമ്മൾ നോക്കേണ്ട കാര്യം. അപ്പോൾ കൺസിഡറേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ക്യാഷിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ജേണൽ എൻട്രീസ് ഷെയറിൻ്റെ അതേപോലത്തെ ജേണൽ എൻട്രീസാണ് വരുന്നത്. ഷെയറിന് ഇഷ്യൂ ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർ ഫോർ ക്യാഷിൽ വരുന്ന അതേ ജേണൽ എൻട്രീസ് തന്നെയാണ് ഡിബഞ്ചറും ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഫോർ ക്യാഷിലും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ ജേണൽ എൻട്രീസൊക്കെ സൈഡ് ഹെഡിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഇനി അടുത്ത സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കുക. ടേംസ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. നമ്മൾ പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കണ്ടു അല്ലേ, നമ്മൾ നേരത്തെ കണ്ടു. പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂവിൽ 3 തരത്തിൽ നമുക്ക് ഡിബഞ്ചറിനെ ഇഷ്യൂ ചെയ്യാം. ഇഷ്യൂ അറ്റ് പാർ, ഇഷ്യൂ അറ്റ് പ്രീമിയം ആൻഡ് ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്. അപ്പോൾ ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്, ടേംസ് ഓഫ് ഇഷ്യൂ, അതാണ് അതിൻ്റെ ടേംസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടേംസ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്നുള്ള സൈഡ് ഹെഡിങ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പാർ എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. അപ്പോൾ എന്താണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പാർ? എന്താണോ ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ അതേ വാല്യൂവിന് തന്നെ ഇഷ്യൂ ചെയ്യുന്നതാണ് എന്താണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പാർ. നമ്മൾ ഷെയറിലും കണ്ടതാണ്. യഥാർത്ഥ വിലയിൽ തന്നെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പാർ വാല്യൂ. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് സൈഡ് ഹെഡിങ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പ്രീമിയം. എന്താണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പ്രീമിയം? നമ്മൾ കണ്ടതാണ് 100 രൂപേൻ്റെ ഡിബഞ്ചർ 110 രൂപക്കോ 120 രൂപക്കോ ആ പാർ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഫേസ് വാല്യൂവിനെക്കാട്ടിയും കൂടുതലായിട്ട് വില നിശ്ചയിച്ചുകൊണ്ട് അത് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, ഷെയറിൻ്റെ അതേപോലെ തന്നെ. അപ്പോൾ ഇവിടുത്തെ നോട്ടുകളൊന്നും നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ദെയർ നോമിനൽ ഓർ ഫേസ് വാല്യൂ, ദ ഡിബഞ്ചേഴ്സ് ആർ സെറ്റ് ടു ബി ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ലൈക്ക് വി സീൻ ഷെയർ, ഇറ്റ് ഈസ് എക്സാക്ട്ലി ദ സെയിം ഇൻ ഡിബഞ്ചേഴ്സ്. ഓക്കെ, വെദർ ഇറ്റ് ഇസ് പാർ ഓർ വെദർ ഇറ്റ് ഇസ് പ്രീമിയം ഓർ വെദർ ഇറ്റ് ഈസ് ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സെയിം ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ജേണൽ എൻട്രീസിലേക്ക് കിടക്കാം. ജേണൽ എൻട്രീസ് എന്ന് എഴുതി വെച്ചിട്ട് ഇതിൻ്റെ ഫസ്റ്റ് സൈഡ് ഹെഡിങ് എഴുതുക. വെൻ എൻറ്റയർ എമൗണ്ട് ഈസ് കളക്റ്റഡ് അലോങ് വിത്ത് ആപ്ലിക്കേഷൻ ഇഫ് ദ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഇൻ എ ലംസം മാനർ. അതായത് ലംസമായിട്ടാണ് ഇത് കളക്ട് ചെയ്യുന്നത്, എമൗണ്ട് കളക്ട് ചെയ്യുന്നതെങ്കിൽ എന്താ ജേണൽ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്. ഈ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് നമ്മൾ ഷെയർ ക്യാപിറ്റലും കണ്ടതാണ്. സോ ദ സെയിം സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഇസ് ഓൾസോ അപ്ലൈഡ് ഇൻ ഡിബഞ്ചേഴ്സ് ഓൾസോ. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഡിബഞ്ചേഴ്സിലും എന്താണ് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ പ്രീമിയത്തിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന നേരത്ത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലംസമായിട്ട്, അതായത് ഒരു ഇൻസ്റ്റാൾമെൻറ്റുകളും ഇല്ലാതെ ഒറ്റ അടിക്കാണ് ഡിബഞ്ചറിൻ്റെ വില മുഴുവൻ വാങ്ങിയെടുക്കുന്നതെങ്കിൽ എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടാണ് ജേണൽ എൻട്രി വരിക. ഇങ്ങനത്തെ ഒരു ചോദ്യം ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ഡിബഞ്ചർ ലംസമായിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്, അതിൻ്റെ വില ഇത്രയാണ്, ഇത്ര ശതമാനമാണ് അതിൻ്റെ പ്രീമിയം, എന്താണ് നിങ്ങൾ ജേണൽ എൻട്രി ചെയ്താൽ? ഓക്കെ, എ ഡിബഞ്ചർ ഈസ് ഇഷ്യൂഡ് ഫോർ 10,000 ആൻഡ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഫോർ എ പ്രീമിയം ഓഫ് 10%. ഓക്കെ, ആൻഡ് ദ മണി ഈസ് കളക്റ്റഡ് ഇൻ ലംസം, റൈറ്റ് ഇറ്റ്സ് ജേണൽ എൻട്രി എന്ന് പറയുകയാണെങ്കിൽ ഈ ജേണൽ എൻട്രിയാണ് എഴുതേണ്ടത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ എന്ത് ചെയ്തുക? 11,000 എന്ന് എഴുതുക. ഓക്കെ, ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിന് നേരെ 10,000 എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിന് നേരെ എന്ത് ചെയ്തുക? 1000 എന്ന് എഴുതുക. ഇവിടെ 1000 എന്ന് എഴുതുക. അത് ഇവിടേക്കായിട്ട് എഴുതുക. ഇവിടെ സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ടാണ് എഴുതാൻ പറ്റാത്തത്. ഓക്കെ, അതായിരിക്കും
ഓക്കെ വെൻ ദ എമൗണ്ട് ഈസ് കളക്റ്റഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് ലംസമായിട്ട് എമൗണ്ട് കളക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ്സിൽ കളക്ട് ചെയ്യുന്ന നേരത്തെ എങ്ങനെയാണ് പ്രീമിയം വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡിബഞ്ചർ എന്താണ് അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ വെൻ അലോട്ട്മെൻറ്റ് മണി വിത്ത് പ്രീമിയം ഇസ് ഡ്യൂ, അതായത് നമ്മൾ അലോട്ട്മെൻറ്റിൻ്റെ കൂടിയാണ് പ്രീമിയം വാങ്ങുന്നത് എങ്കിൽ, അപ്പോൾ നമ്മൾ ഷെയർ നമ്മൾ എന്താണ് അധിക സമയത്തും അലോട്ട്മെൻറ്റിൻ്റെ കൂടിയാണ് നമ്മൾ പ്രീമിയം വാങ്ങാറുള്ളത്. അപ്പോൾ അതേപോലെ ഡിബഞ്ചറിലും നമ്മൾ അലോട്ട്മെൻറ്റിൻ്റെ കൂടെ പ്രീമിയം വാങ്ങുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ജേണൽ എൻട്രി വരിക എന്നുള്ളതാണ്. ഓക്കെ അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. വെൻ അലോട്ട്മെൻറ്റ് മണി വിത്ത് പ്രീമിയം ഈസ് ഡ്യൂ, അപ്പോൾ എന്താ ജേണൽ എൻട്രി വന്നിരിക്കുന്നത്? ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടോട്ടൽ ഇൻക്ലൂഡിങ് പ്രീമിയം എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് പ്രീമിയം കൂടി ചേർത്തുള്ള എമൗണ്ട് എഴുതുക, എന്നിട്ട് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഫേസ് വാല്യൂ എഴുതുക, അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ആ പ്രീമിയത്തിൻ്റെ എമൗണ്ട് എഴുതുക. ഓക്കെ അപ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ കൂടെയാണ് പ്രീമിയം വാങ്ങുന്നതെങ്കിൽ ഇതായിരിക്കും ജേണൽ എൻട്രി വരിക. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ കൂടെയാണെങ്കിൽ ആദ്യം ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ എന്ന് പറയും. പിന്നെ പിന്നീടായിരിക്കും ഈ ഒരു ജേണൽ എൻട്രി വരിക. അതിൽ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എന്നുള്ള ജേണൽ എൻട്രി വരിക. ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത്തെ എന്താണ്? വെൻ അലോട്ട്മെൻറ്റ് മണി ഈസ് റിസീവ്ഡ്, അലോട്ട്മെൻറ്റ് മണി ലഭിക്കുന്ന നേരത്ത് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചേഴ്സ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഈ ഡിബഞ്ചേഴ്സ് അലോട്ട്മെൻറ്റ് അക്കൗണ്ടിൽ എത്രയാണോ ടോട്ടൽ എമൗണ്ട് വരുന്നത് ഇൻക്ലൂഡിങ് പ്രീമിയം, അതായിരിക്കും നമ്മൾ ഇവിടെ എടുത്ത് എഴുതേണ്ടത്. ഓക്കെ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ജേണൽ എൻട്രി ആയിട്ട് വരുന്നത് നമ്മൾ പ്രീമിയത്തിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതും നിങ്ങളൊന്ന് സൈഡ് ഹെഡിങ് എഴുതിയിട്ട് ജേണൽ എൻട്രീസ് ഒന്ന് നോട്ടിലേക്ക് എഴുതി വെക്കുക. ഇനി അടുത്ത സൈഡ് ഹെഡിങ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് ഡിസ്കൗണ്ട്. അപ്പോൾ നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസിൽ ഡിസ്കൗണ്ടിനെ പറ്റിയിട്ട് നമ്മൾ കാര്യമായിട്ട് കണ്ടിട്ടില്ല. കാര്യം ഇപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ഡിസ്കൗണ്ട് കാര്യമായിട്ട് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതേപോലെ നിയമപരമായിട്ട് അതിനൊരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. പക്ഷേ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് ഡിസ്കൗണ്ട് ഇപ്പോഴും സജീവമാണ്. ഓക്കെ അപ്പോൾ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂവിൽ നിന്ന് അതിൻ്റെ വില കുറച്ചുകൊണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അധികം നമ്മുടെ ആ ഡിബഞ്ചറിനോ അല്ലെങ്കിൽ നമ്മുടെ ഇറക്കുന്ന സെക്യൂരിറ്റീസ് ഡിബഞ്ചർ ആവാം ഷെയർ ആവാം ഇതിനൊക്കെ വാല്യൂ കുറയുമ്പോഴാണ്, ഇതിൻ്റെ മാർക്കറ്റ് കുറയുമ്പോഴാണ് ഇത് ഡിസ്കൗണ്ടിന് ഇറക്കേണ്ട ഒരു അവസ്ഥ വരിക. ഓക്കെ അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ എഴുതി വെക്കണം എന്നില്ല. അത് കഴിഞ്ഞ് ഇതിൻ്റെ ജേണൽ എൻട്രി ശ്രദ്ധിക്കുക. അപ്പോൾ ജേണൽ എൻട്രീസ് സൈഡിങ് എഴുതുക. അപ്പോൾ എന്താ അവിടെ കൊടുത്തിരിക്കുന്നത്? വെൻ ദി എൻട്രീസ് എമൗണ്ട് ഈസ് കളക്റ്റഡ് അറ്റ് ദി ടൈം ഓഫ് ആപ്ലിക്കേഷൻ ഇറ്റ് സെൽഫ്, ദാറ്റ് ഈസ് ഇൻ ലംസം. അതായത് ലംസമായിട്ടാണ് ഡിബഞ്ചർ വാങ്ങുന്നത് എങ്കിൽ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ എന്താണ് ജേണൽ എൻട്രി വരിക? ലംസം മീൻസ് എന്താണ്? നമ്മൾ ഒരു ഇൻസ്റ്റാൾമെൻറ്റും ഇല്ലാണ്ട് ആപ്ലിക്കേഷൻ ടൈമിൽ തന്നെ എല്ലാ എമൗണ്ടും, അതായത് ഇപ്പോൾ 100 രൂപയുടെ ഡിബഞ്ചർ ആണെങ്കിൽ ആ 100 രൂപയും ആ ആപ്ലിക്കേഷൻ ടൈമിൽ തന്നെ നമ്മൾ ആ 100 രൂപയും കളക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് ജേണൽ എൻട്രി വരിക എന്നുള്ളതാണ്. അപ്പോൾ ആ ഡിബഞ്ചർ ഇപ്പോൾ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ താഴെ പറയുന്ന ജേണൽ എൻട്രിയാണ് എഴുതേണ്ടത്. അപ്പോൾ എന്താ ജേണൽ എൻട്രി വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, അതായത് ആക്ച്വൽ എമൗണ്ട് കളക്റ്റഡ്, എത്രയാണോ നമ്മൾ കളക്ട് ചെയ്ത എമൗണ്ട് ആ എമൗണ്ട് ബാങ്കിലേക്ക് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഡെബിറ്റ് തന്നെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് എഴുതുക. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, അപ്പോൾ എത്രയാണോ ഡിസ്കൗണ്ടിൻ്റെ വില അതിവിടെ എഴുതുക. ഓക്കെ അത് കഴിഞ്ഞിട്ട് ക്രെഡിറ്റിൽ എന്താ ചെയ്യുന്നത്? ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, അത് അപ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ എഴുതുക. അത് ക്രെഡിറ്റ് സൈഡിലായിരുന്നു, ഇവിടേക്കല്ല എഴുതേണ്ടത്, അത് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഓക്കെ അപ്പോൾ ഇതാണ് ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുന്ന നേരത്ത് ജേണൽ എൻട്രി എഴുതുന്നത്, അത് ലംസമാണെങ്കിൽ. ഇനി നമുക്കതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്സിൽ ഇനി അടുത്തതായിട്ട് പറയുന്നത് ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിൻ്റെ കൂടെ നമ്മൾ ഡിബഞ്ചർ ഡിസ്കൗണ്ട് വാങ്ങുക എന്നുള്ളത്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ആ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് സമയത്താണ് ആ ഡിസ്കൗണ്ട് പ്രാബല്യത്തിൽ വരുന്നതെങ്കിൽ. ഓക്കെ അപ്പോൾ ചിലപ്പോൾ അത് ആപ്ലിക്കേഷൻ്റെ കൂടെ വാങ്ങുമ്പോഴോ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ അധിക പക്ഷം അത് അലോട്ട്മെൻറ്റ് കൂടെ വരിക. പ്രീമിയം പോലെ തന്നെ നമ്മുടെ അലോട്ട്മെൻറ്റ് ടൈമിൽ തന്നെ ആയിരിക്കും അധികം ഡിസ്കൗണ്ടിൻ്റെ ജേണൽ എൻട്രി നമ്മൾ എഴുതേണ്ടി വരിക. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, വെൻ അലോട്ട്മെൻറ്റ് മണി ഈസ് ഡ്യൂ, അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോഴാണ് നമ്മൾ ഡിസ്കൗണ്ടിനെ കുറിച്ച് കാണിക്കേണ്ടത്. ഓക്കെ അപ്പോൾ ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്, അത് എമൗണ്ട് റിസീവബിൾ, എത്രയാണോ എമൗണ്ട് കിട്ടേണ്ടത് അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ ഡെബിറ്റ് തന്നെ ഡിസ്കൗണ്ട് എഴുതുക. ഓക്കെ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ അലോട്ട്മെൻറ്റ് നമ്മളൊരു 30 രൂപയാണ് കിട്ടേണ്ടതെങ്കിൽ അതിൽ 10 രൂപ ഡിസ്കൗണ്ടായി പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ 20 രൂപ എഴുതുക, ഇവിടെ 10 രൂപ ഡിസ്കൗണ്ട് എഴുതുക, ഇവിടെ 30 രൂപ എഴുതുക, ഡിബഞ്ചറിൻ്റെ നേരെ 30 രൂപ എഴുതുക. ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ ഡ്യൂ ആകുന്ന ജേണൽ എൻട്രി. ഓക്കെ ഇനി നമ്മൾ ഈ ബാങ്കിലേക്ക് നമ്മൾ കാശ് റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ഇവിടെ ശ്രദ്ധിക്കുക. വെൻ അലോട്ട്മെൻറ്റ് മണി ഈസ് റിസീവ്ഡ്, അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന നേരത്ത് ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു അലോട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? 20 രൂപയാണ് എഴുതേണ്ടത്, ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ്. ഓക്കെ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ പ്രോബ്ലമാണ് എക്സാമ്പിൾ 1. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക. എ ലിമിറ്റഡ് ഇഷ്യൂഡ്
8% ഡിബഞ്ചേഴ്സ്. ഞാൻ എന്താ നേരത്തെ പറഞ്ഞത്, ഈ 8% എന്ന് വെച്ചാൽ ഈ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ ഈ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കമ്പനി കൊടുക്കാൻ പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഈ 8%. ഓക്കെ, 8% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each. റൈറ്റ് ജേർണൽ എൻട്രീസ് വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ. 10% assume the amount is collected in lump sum. അപ്പോൾ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, എമൗണ്ട് ലംസം ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ലംസമായിട്ട് വരുന്ന എന്താണ് ലംസമായിട്ട് കളക്ട് ചെയ്യുന്ന മെത്തേഡ് വഴി നമുക്ക് എന്താണ് ജേർണൽ എൻട്രി എഴുതിയാൽ മതി. പക്ഷേ 3 കേസിൻ്റെ ജേർണൽ എൻട്രി എഴുതണം. അപ്പോൾ 3 ജേർണൽ എൻട്രീസ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ചെറിയൊരു വർക്കിംഗ് നോട്ട് നോക്കിയതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ചോദ്യത്തിൽ പറയുന്നത് 1000 ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് എത്രയാണ്? 1000 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് വരുന്നത്? അത് 8%. അപ്പോൾ ഇവിടെ നമുക്കത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ സംഗതിയല്ല. നമുക്ക് ഡിബഞ്ചറിൻ്റെ എന്താണ് ആ ജേർണൽ എൻട്രി എഴുതുമ്പോൾ ഡിബഞ്ചറിൻ്റെ മുൻപിലായിട്ട് നമ്മൾ 8% എഴുതിയാൽ മതി. ഓക്കെ, നമ്മളിവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം അല്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് 1000 ആണ്. ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ് വരുന്നത്? ഫേസ് വാല്യൂ ₹100 വരുന്നത്. അപ്പോൾ 3 തരത്തിലാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് പാർ വാല്യൂവിന്, ഒന്ന് പ്രീമിയത്തിന്, പിന്നെ ഒന്ന് എന്താണ് ഡിസ്കൗണ്ടിന്. ഈ 3 തരത്തിലാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. 3 തരത്തിലാണ്. ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യല, ഇൻസ്റ്റാൾമെൻ്റ് അല്ല, അത് 3 തരത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 3 ജേർണൽ എൻട്രിയാണ് എഴുതേണ്ടത്. അപ്പോൾ പാർ വാല്യൂ ആകുമ്പോൾ ഇതിൻ്റെ വില എത്ര ഉണ്ടാവുക? ₹100 ഉണ്ടാവുക. പ്രീമിയം എത്രയാണ്? എത്ര റേറ്റാണ് കൊടുത്തിരിക്കുന്നത്? 20% കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എത്ര വരും? 100 പ്ലസ് എന്താണ് 100 × 20%. അപ്പോൾ 120 വരും. ഡിസ്കൗണ്ട് എത്ര വരും? ഡിസ്കൗണ്ട് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? ഡിസ്കൗണ്ട് 10% ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 100 മൈനസ് 100 × 10%. അപ്പോൾ ₹90 വരും. പ്രീമിയത്തിൻ്റെ എമൗണ്ട് ഇവിടെ എത്രയാണ്? പ്രീമിയത്തിൻ്റെ എമൗണ്ട് എത്രയാണ്? ₹20 ആണ്. ഇവിടെ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് എത്രയാണ്? ₹10 ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നിങ്ങൾ നോക്കി വെക്കുക. ഇത് നിങ്ങൾ നോട്ടിലേക്കൊന്നും എഴുതി വെക്കേണ്ട കാര്യമില്ല. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ജേർണൽ എൻട്രി കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഈ നോട്ട്സൊക്കെ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആവാൻ വേണ്ടി മാത്രമേ പറയുന്നുള്ളൂ. ഇനി ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്ന് റീവിസിറ്റ് ചെയ്താൽ മതി വീഡിയോയിലേക്ക്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് പാർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെയൊക്കെ ഹെഡിങ്സ് വരുന്നുണ്ട്. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്, അതൊക്കെ നിങ്ങൾ തന്നെ എഴുതുക. ഓക്കെ, അപ്പോൾ ഞാൻ ജേർണൽ എൻട്രി ഇവിടെ എഴുതുകയാണ്. അപ്പോൾ ഫസ്റ്റ് ജേർണൽ എൻട്രി ഇത് ലംസമായിട്ടാണ് വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡിബഞ്ചറിന് ₹100. അങ്ങനത്തെ 1000 ഡിബഞ്ചേഴ്സാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 100 × 1000 എത്ര വരും? 1 lakh വരും. അപ്പോൾ അതാണ് നമ്മുടെ എമൗണ്ട് ആയിട്ട് വരിക. അപ്പോൾ ജേർണൽ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ₹1 lakh ടു 8%. ഇത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ഈ ഒരു ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് കൃത്യമായിട്ട് എഴുതുക. 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എത്ര വരുന്നത്? 1 lakh. നറേഷൻ എഴുതുക. ബീയിങ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ 1000 ഡിബഞ്ചേഴ്സ് എഴുതിയാൽ മതി. എന്നിട്ട് നറേഷൻ കഴിഞ്ഞാൽ എൻട്രി ക്ലോസ് ചെയ്യുക. നീറ്റായിട്ട് വരയ്ക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസിൽ വരുന്ന ജേർണൽ എൻട്രി. ഈ സെക്കൻഡ് കേസിലാണ് നമ്മുടെ പ്രീമിയത്തിൻ്റെ ജേർണൽ എൻട്രി വരുന്നത്. അടുത്ത കേസ് നോക്കാം. രണ്ടാമത്തെ കേസിൽ വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ റുപ്പീസ് എത്ര വരിക? 1 lakh ആണ് ഡിബഞ്ചറിൻ്റെ വില. ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ ഫേസ് വാല്യൂ 1 lakh ആണ്. പക്ഷേ ഓരോ ഡിബഞ്ചറിനും 20% വെച്ചിട്ട് പ്രീമിയം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ₹120 വെച്ചിട്ടാണ് ഓരോ ഡിബഞ്ചറിനും വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ 120 × 1000 എത്ര വരും? 1,20,000 വരും. ടു 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ടു 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എത്ര വരിക? 1 lakh. അപ്പോൾ ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ ആണ് ഇവിടെ ഡിബഞ്ചറിൻ്റെ നേരെ എഴുതേണ്ടതായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പ്രീമിയം വാങ്ങുന്നുണ്ട് അല്ലേ? ടു സെക്യൂരിറ്റീസ് പ്രീമിയം സെക്യൂരിറ്റീസ് യു ആണ് ഇവിടെ. അതിവിടെ
മഷി താന്നു പോയതാണ്, ഇത് യു ആ വരുന്നത്. ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് 20,000. കാര്യം 20% ആണ് പ്രീമിയം വരുന്നത്. അപ്പോൾ 1 lakhൻ്റെ 20% ആണ് 20,000. നറേഷൻ എഴുതുക. ബീയിങ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് at 20% പ്രീമിയം. ഓക്കെ, അപ്പോൾ കേസ് 2ലെ ജേണൽ എൻട്രി ആണിത്. ഓക്കെ, ഇനി കേസ് 3 ആണ് വരുന്നത്. അത് നമ്മൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ 3ൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ആദ്യം തന്നെ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ഇവിടെ എത്രയാണ് ബാങ്കിലേക്ക് പോകുന്നത്? ഇവിടെ ബാങ്കിലേക്ക് പോകുന്ന എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90,000 ആണ്. കാരണം ഇവിടെ 10% ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ഇതും ഡെബിറ്റ് തന്നെ എഴുതേണ്ടത്. എത്രയാണ്? 10,000. കാര്യം 1 lakhൻ്റെ 10% ആണ് ഡിസ്കൗണ്ട് ആയിട്ട് പോകുന്നത്. അപ്പോൾ 1 lakhന് 10% 10,000 ആണ്. ആ എമൗണ്ട് കഴിച്ചിട്ടാണ് നമ്മുടെ ബാങ്കിലേക്ക് പൈസ വരിക. അപ്പോൾ 90,000 ആണ് ബാങ്കിലേക്ക് കാശ് വരിക. ടു 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 1 lakh. ഇവിടെ ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂനെ കൃത്യമായിട്ട് എഴുതാം. നറേഷൻ എന്താ വരിക എന്ന് വെച്ചാൽ ബീയിങ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് 10% ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലംസമിൻ്റെ കണക്ക് മാത്രമാണ് ചെയ്യുന്നത്. ഇൻസ്റ്റാൾമെൻറ്റ്സിൻ്റെ കണക്ക് ശരിക്കും നമ്മൾ ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് വരുന്നില്ല. ഇൻസ്റ്റാൾമെൻറ്റ്സിൻ്റെ കണക്ക് പ്രധാനമായിട്ട് അതിൽ വരുന്നില്ല. ഇനി റയറായിട്ട് ചെറിയ മാർക്കിനായിട്ട് എന്തെങ്കിലും അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ എടുത്ത് ചോദിക്കാന്നല്ലാതെ ലംസമിൻ്റെ കണക്കുകൾ മാത്രമേ, അതും ചെറിയ മാർക്കിനെ ചോദിക്കുള്ളൂ. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മാക്സിമം പോയാൽ അതിനൊരു 5 മാർക്കേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ ഒരു ജേണൽ എൻട്രി മാത്രം ചോദിക്കുകയാണെങ്കിൽ 2 മാർക്കേ നമുക്കതിന് ലഭിക്കാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്കുകൾ ഒഴിവാക്കി കളയാനുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളത് എഴുതുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുക. ഓക്കെ, പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഈ സൈഡ് ഹെഡിങ് എഴുതുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, അതായത് ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനനുബന്ധമായിട്ട് പല ചിലവുകൾ കമ്പനിക്ക് വരും. ആ ചിലവുകൾ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. സം എക്സ്പെൻസസ് വിൽ ബി ഇൻകേർഡ് ഓൺ ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ചില എക്സ്പെൻസസ് ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന നേരത്ത് എന്ത് വരാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് മേ ബി ഇൻകേർഡ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, ദി എക്സ്പെൻസസ് മേ ഇൻക്ലൂഡ് ഡ്യൂട്ടി, filing fees, printing, advertising, brokerage, etc. Duty means it's a kind of tax. ഗവൺമെൻറ് ടാക്സ് അടയ്ക്കേണ്ടി വരും. ഫയലിംഗ് ഫീസ്, ഡിബഞ്ചേഴ്സ് അതായത് ആപ്ലിക്കേഷനൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇറ്റ് നീഡ് ടു ബി ഫയൽഡ്. അപ്പോൾ ഫയൽ ചെയ്യുന്ന നേരത്ത് അതിനൊക്കെ ഫീസ് വരും. ആൻഡ് ദർ വിൽ ബി പ്രിൻറ്റിംഗ് ചാർജസ്, ദർ വിൽ ബി അഡ്വർടൈസിങ് ചാർജസ്, ആൻഡ് ദർ വിൽ ബി ബ്രോക്കറേജസ്. അപ്പോൾ ഇതൊക്കെ എക്സ്പെൻസസ് ആണ്. ദീസ് എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ടു എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഇത്തരം എക്സ്പെൻസസ് നമുക്ക് വരികയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. അപ്പോൾ എന്താ അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ പറയാണ് ദർ ഈസ് 100 rupees ഓഫ് എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ എന്താ ജേണൽ എൻട്രി ചെയ്തുക? ഡെബിറ്റഡ് ടു എക്സ്പെൻസസ് ഓൺ എന്താണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനെ ഡെബിറ്റിൽ ചെയ്തുക. എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിനെ ഡെബിറ്റിൽ ചെയ്തുക. എന്താ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കൊടുക്കുക? വിൽ ബി ഗിവിങ് ക്യാഷ്, അല്ലെ? ക്യാഷാണ് നമ്മൾ ചിലവായിട്ട് കൊടുക്കുക. അപ്പോൾ എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എഴുതുക. അതാണ് ജേണൽ എൻട്രി എഴുതേണ്ടത്. ഓക്കെ, ദിസ് അക്കൗണ്ട് ഈസ് റിട്ടേൺ ഓഫ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ഈ ഒരു അക്കൗണ്ട് ഇതൊരു ചിലവായതുകൊണ്ട് തന്നെ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എഴുതും. അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടാവും. സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണെങ്കിൽ അതിപ്പോൾ നോക്കേണ്ട കാര്യം വരുന്നില്ല. നിങ്ങളിത് ഓർത്ത് വെക്കുക. എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് വിൽ ബി ട്രാൻസ്ഫർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൻ്റെ
അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ്, യഥാർത്ഥ പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ലാഭം തിരിച്ചറിയാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ടാണ്. അപ്പോൾ അതിലൊരു ഭാഗത്ത് നമ്മുടെ എല്ലാ ഇൻകം എഴുതും, ഒരു ഭാഗത്ത് എല്ലാ എക്സ്പെൻസസ് എഴുതും. അപ്പോൾ ആ എക്സ്പെൻസിൻ്റെ കൂട്ടത്തിൽ ഈ സാധനം എഴുതണം എന്നാണ് പറയുന്നത്. എന്ത്? നമ്മുടെ എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. ഓക്കെ. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഓർ എനി അതർ ക്യാപിറ്റൽ റിസർവ് മേ ഓൾസോ ബി യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ഓഫ് ദിസ് അക്കൗണ്ട്. അതായത് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഇല്ലേ, അതായത് പ്രീമിയത്തിൽ നമ്മൾ സെക്യൂരിറ്റി ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാകുന്നത്, ആ ലാഭം ഉപയോഗിച്ചുകൊണ്ട് ഈ വന്ന ചിലവ് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ആ ലാഭത്തിൽ നിന്ന് എമൗണ്ട് അല്ലെങ്കിൽ ആ ഫണ്ട് എടുത്തുകൊണ്ട് ഈ ഒരു എക്സ്പെൻസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സിൽ നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നോട്ടോട് കൂടിയിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ബാക്കി കുറച്ച് പോർഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ഒക്കെ നോക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.